ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അബൌട്ട് അവർ ഫസ്റ്റ് ട്രൈമസ്റ്റർ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു അരമാസം, ഒരു 15 ദിവസമൊക്കെ കൂടി അതിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ ഇങ്ങനെ ഛർദ്ദിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്കാനിങ്, നമുക്കിങ്ങനെ ഹാർട്ട് ബീറ്റ് സ്കാനിങ് ഉണ്ടല്ലോ, ഹാർട്ട് ബീറ്റ് കൺഫേം ചെയ്യുന്ന സ്കാന്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീട് വീട്ടിൽ വന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്. പിന്നെ ഒരു മാസം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ പോയത്. ഇവളും അതേപോലെ തന്നെ ആ സ്കാനിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്ഷീണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എനിക്ക് വയ്യായിക വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയതാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഡേറ്റ് അടുത്തിട്ട് പോലും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് അങ്ങനെ പോസിറ്റീവായിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രഗ്നൻസി. ഇവളുടേതും അതേപോലെ തന്നെ. നീ ഡേറ്റ് കിടക്കുന്നവരൊന്നും നിന്നില്ലല്ലോ? ഇല്ല, അല്ല, ഞാൻ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നോക്കിയത്. ഡേറ്റ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്മ നിർബന്ധിച്ചിട്ട് ഞാൻ നോക്കിയതാണ്. അങ്ങനെ ഇവിടെയായിരുന്നു, വീട്ടിലായിരുന്നു. നമുക്ക് വയ്യായികയായിട്ട് അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ ഞാൻ അവിടെ വെച്ച് തന്നെയാണ് നോക്കിയത്. എനിക്കൊന്നും ഞാൻ അറിയുന്നത് നമ്മൾ ദീപാവലിയുടെ അന്ന് രാവിലെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഒക്ടോബർ 31 ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് രാവിലെ. അപ്പോൾ എനിക്ക് വയ്യായികയായിട്ട് വരാൻ വേണ്ടി അന്ന് ഇവളും വീട്ടിലോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അഖിൽ അവിടെ ഇല്ലായിരുന്നു, വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞത്. വണ്ടി വെച്ചാണ് ഇവളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അറിയുന്നില്ല ഞാൻ ഒരു വല്യമ്മയാവാൻ പോകുന്നു എന്നുള്ള കാര്യം. അന്ന് എനിക്ക് അങ്ങനെ ഞാൻ നോക്കിയിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അങ്ങനെ ഞാനൊരു 2 ദിവസം നിന്നിട്ട് ഞാൻ തിരിച്ച് അഖിലിൻ്റെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് പ്രത്യേകിച്ച് ക്ഷീണമോ തളർച്ചയോ ഫുഡിനോട് വെറുപ്പോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ പിന്നെ എപ്പോഴായിരുന്നു ഒക്ടോബറിൽ പോയിട്ട് നവംബർ 14 എനിക്ക് വയ്യാതെ ഞാൻ തിരിച്ചു വന്നു. വയ്യാതെ നല്ല എനിക്ക് തുടങ്ങിയില്ല, ടെൻഡൻസിയൊക്കെ തുടങ്ങിയില്ല, എനിക്കൊരു ക്ഷീണം വന്നു. അതേപോലെ തന്നെ സ്കാനിങ്ങിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു കണ്ടീഷനിൽ കൂടി കടന്നു പോയൊരു സമയമായിരുന്നു. പക്ഷേ ഭയങ്കര മോശമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ആയിട്ടും ഭയങ്കര മോശമായിരുന്നു. എനിക്ക് ഛർദ്ദില്ല, അവർക്ക് ക്ഷീണവും ഇങ്ങനെ ടെൻഡൻസി ആയിരുന്നു, വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി, ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കും, അങ്ങനത്തെ രീതിയിലുള്ള കാര്യം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് മന്ത്, ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫസ്റ്റ് മന്ത് നമ്മൾ അറിയാതെ അങ്ങ് ആ ഒരു മാസം പോയി. 2ാമത്തെ മാസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ആദ്യത്തെ കുറച്ചാഴ്ചയൊന്നും കുഴപ്പമില്ല. പിന്നീട് അങ്ങോട്ടൊരു ഛർദ്ദിൽ തുടങ്ങി. ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ഛർദ്ദിലിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയ്ക്ക് ഛർദ്ദിലായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ഛർദ്ദിച്ച് തുടങ്ങി ഒരാഴ്ച വരെയും ഇവർക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു ഇവർക്ക് ഛർദ്ദിലേ കാണൂല, എന്ന് വെച്ചാൽ ക്ഷീണോ അങ്ങനെ ഒന്നും കാണൂലെന്ന്. പക്ഷെ എന്തായിരുന്നു എൻ്റെ കണ്ടീഷൻ? പിന്നീടായപ്പോൾ ഛർദ്ദിലല്ല, ഒരു ആഹാരവും കഴിക്കാൻ പറ്റില്ല, എല്ലാത്തിൻ്റെ അടുത്ത് വെറുപ്പ്, ഇങ്ങനെ തികട്ടി വരുമായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണം, സമയം ഉറക്കം, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് ഛർദ്ദിൽ അധികമല്ല, ഇടയ്ക്ക് മുറക്കി ഇവള് ഛർദ്ദിക്കണ കാണുമ്പോൾ എനിക്കൊരു ഇത് അങ്ങനെ ഛർദ്ദിക്കും. പിന്നെ ചില ഫുഡ് ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഛർദ്ദിക്കും, അങ്ങനത്തെ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് ഛർദ്ദിക്കാൻ വരുന്നൊരു സാധനമാണ് അവക്കാഡോ. ഞങ്ങളിവിടെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു വന്ന സമയത്ത് ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നല്ലോ, ഇവളുടെ ചേട്ടൻ ഞങ്ങൾക്ക് അവക്കാഡോ വാങ്ങിച്ചിട്ട് വന്നു. അവളുടെ ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നുകൊണ്ട് അവൾ അവക്കാഡോ ഷേക്ക്, അവക്കാഡോ ടോസ്റ്റ്, അങ്ങനെ അതാണ് ഞങ്ങൾ കഴിച്ചു തുടങ്ങിയത്. ഞങ്ങൾ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് കഴിച്ചു തുടങ്ങിയത്. പക്ഷേ ഛർദ്ദിലെല്ലാം മാറി ബാക്കി എല്ലാ ഫുഡും കഴിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങോട്ട് കഴിക്കാൻ തോന്നുമ്പോൾ ഭയങ്കര ഒരു അതാലോചന. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും അതിൻ്റെ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ഒരു യൂട്യൂബറുണ്ട് തനി മലയാളി, എപ്പോഴും അവർ അവക്കാഡോ ടോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പം അവരുടെ ചാനൽ എടുക്കുമ്പോൾ തന്നെ ഇവള് പറയും വേണ്ട, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇതായിരിക്കും, അതുകൊണ്ട് വേണ്ട, അത് കാണണ്ടെന്ന് പറയും. അങ്ങനെ അത്രയ്ക്ക് ഇവള് ഉയർത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളത് ചോദിക്കും, അടിച്ചിരട്ടെ, ഒരു ഷേക്ക് അടിച്ചാൽ ഞങ്ങൾ പറയും വേണ്ട, ഞങ്ങൾക്കത് ഒട്ടും ഇപ്പോഴും അതങ്ങോട്ട് കഴിക്കണമെന്നുള്ളൊരു ഇതേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഞങ്ങളുടെ പീരീഡ്സ് മിസ്സായ സമയത്ത് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. തൈക്കാട് തന്നെയാണ് ഫസ്റ്റ് പോയി കൺഫേം ചെയ്യാൻ വേണ്ടി പോയത്. അവിടെ പോയപ്പോഴും അവർ പറയുന്നത് നമ്മളിപ്പം 4 ആഴ്ച ആയിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റൊക്കെ വന്നാൽ ഇത് നമുക്ക് ഒരു ഫീറ്റസ് ആയിട്ട് തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ല നമ്മളിപ്പം ഇപ്പോഴും തന്നെ എല്ലായിടത്തും വിളിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ 7ാമത്തെ ആഴ്ചത്തെ ഒരു സ്കാനിങ് ഉണ്ട്, 1.5 മാസത്തെ സ്കാനിങ്. അപ്പോഴും ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൺഫേം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിവിടെ 2 ലൈൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും വിളിച്ച് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ എനിക്ക് നവംബർ 13 എനിക്ക് നവംബർ 10 എൻ്റെ ഡേറ്റ്. അപ്പോൾ 13 ആവത്തോ, എനിക്കങ്ങനെ അത്രയും നീണ്ടു പോകാറില്ല, അതുകൊണ്ട് അത്ര ആവത്തുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യില്ലായിരുന്നു. അമ്മ നിർബന്ധിച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്ത് ഒരു ഇതില്ലാതെ ഞാൻ കൊണ്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി. പിന്നെ വന്നിട്ട് നോക്കിയപ്പോൾ ഡബിൾ ലൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നവംബർ 14 ഇവള് പോയതിൻ്റെ കൂടെ എൻ്റെ കൂടെ തന്നെ പോയി. അപ്പോൾ ഇവർക്ക് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് പീരീഡ്സിൻ്റെ
പെയിൻ പോലെ ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഒട്ടും ശ്രദ്ധിക്കാറ്. ഞാൻ വിചാരിച്ചു പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവർ എനിക്കൊന്ന് ട്യൂബിലാണോ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്, നമുക്ക് ഇത്ര വേദന ഉള്ളതുകൊണ്ട്. 4 ആഴ്ചയായിട്ടുള്ളായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും എൻ്റെ അടുത്തൊന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ട്യൂബിലാണോ അതോ യൂട്രസിലാണോ ഉള്ളതെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് സ്കാനിൻ്റെ 4ാമത്തെ ആഴ്ചയിലായിരുന്നു. അപ്പോൾ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല, ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല, പക്ഷേ യൂട്രസിൽ തന്നെയായിരുന്നു. അതേപോലെ തന്നെയാണ് എനിക്ക് 5 ആഴ്ചയായിരുന്നു, ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല, യൂട്രസിൽ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോഴും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഒരു എന്താ ഒരു ആഴ്ച, പക്ഷെ ഞാൻ നേരത്തെ ആയിരുന്നു തോന്നുന്നു. 7ാമത്തെ ആഴ്ച. നിനക്ക് 4ാമത്തെ ആഴ്ച, എനിക്ക് 5ാമത്തെ ആഴ്ചയായിരുന്നു സ്കാനിങ്. അവർ ഇത്തിരി നേരത്തെയാണ് സ്കാനിങ്. അത് കഴിഞ്ഞ് ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞു 2 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് 7ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാമെന്ന്. സ്കാൻ ചെയ്യുന്നവർ തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോഴൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് അറിയണ്ടേ, അതിനുവേണ്ടി ഒരു 7 ആഴ്ച കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എനിക്ക് ഡേറ്റ് ഇട്ട് തന്നത്, 7 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിൽ വന്നു. പക്ഷേ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഛർദിലും കാര്യങ്ങളൊക്കെ തുടങ്ങി. എൻ്റെ ഇവക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച വരെ. പക്ഷെ അവൾ അന്ന് ബിരിയാണി കഴിച്ചു. എനിക്ക് ഒട്ടും മറ്റേ സ്മെല്ല് പറ്റാതെ ഞാൻ പോയി അകത്ത് പോയി കിടന്നു. അവൾ മസാല ദോശ ബിരിയാണിയൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഒന്നും കഴിക്കാൻ പറ്റാതായത്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ 3 മാസം വരെയും ഇവിടുന്ന് പോകുന്ന വരെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെയാണ് കുടിച്ചത്. രസം, അച്ചാർ, ഇതൊക്കെ മാത്രമല്ല, ഞങ്ങൾക്ക് മുട്ട, മീൻ, ചിക്കൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വെറുപ്പായിരുന്നു. അത് ഓരോ സെക്ഷനായിട്ടായിരുന്നു. ഫസ്റ്റ് മീൻ കഴിക്കുമായിരുന്നു, മീനും മുട്ടയും കഴിക്കുമായിരുന്നു. എനിക്ക് ചിക്കൻ ഫസ്റ്റ് വെറുത്ത് പോയി, പിന്നെ മീനും മുട്ടയും കഴിക്കാൻ തുടങ്ങി, പിന്നീട് മുട്ട വെറുത്ത് പോയി, പിന്നെ മീനും പോയി. അങ്ങനെ മൊത്തത്തിൽ പോയി ഫുൾ കഞ്ഞി, രസം, അച്ചാർ. ഞാൻ പിന്നെയും മീൻ പൊരിച്ചത് ഒരു കഷ്ണമൊക്കെ കഴിക്കുമായിരുന്നു. അച്ചാർ നിറയെ അച്ചാർ ചോറിൽ മിക്സ് ചെയ്ത് മീൻ പൊരിച്ചതായിട്ട് കഴിക്കാം. പക്ഷെ അപ്പോഴും നമുക്ക് നല്ല വെറുത്ത് കഴിക്കുകയും ചെയ്യും, ഛർദ്ദിക്കുകയും ചെയ്യും. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിലും ഇല്ലായിരുന്നു. എൻ്റെ ഒരു ഛർദ്ദിക്കലിൻ്റെ റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ എണീക്കും, ഇവൾ ഉറക്കമായിരിക്കും, അവൾ ആ ഛർദിൻ്റെ സൗണ്ട് കേട്ടായിരിക്കും എണീക്കണം. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ചോദിക്കും ആരാണ് ഛർദ്ദിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഛർദിൻ്റെ സൗണ്ട് സാധാരണ ഒരു വ്യക്തിയുടെ സൗണ്ട് അല്ല, ഒരു പെൺകുട്ടിയുടെ ഛർദ്ദിക്കണമെന്ന് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ സൈറം വിടുന്ന പോലെയാണ്. പക്ഷെ ഇവള് പല്ലി വയ്ക്കുമ്പോൾ ഛർദ്ദിക്കും. ഞങ്ങളിങ്ങനെ നോക്കും ഛർദ്ദിക്കുന്നുണ്ടോന്ന്. അത് പല്ലി വയ്ക്കുമ്പോൾ രാവിലെ ഉണ്ട്. അത് 2 മാസം കഴിഞ്ഞ് 3ാം മാസമൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് രാവിലെ ഛർദ്ദിക്കും എല്ലാ ദിവസവും. പിന്നെ ഒരു 4 മാസം വരെ അങ്ങനെ തന്നെയായിരുന്നു, രാവിലെ എണീറ്റ് ഛർദ്ദിക്കും, പിന്നീട് ഛർദ്ദിലൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ എണീക്കും, ഞാൻ തേയില കുടിക്കുന്നത് ഫസ്റ്റ് റൗണ്ട് ഛർദ്ദിക്കാൻ വേണ്ടിയാണ്. തേയില കുടിക്കും, ഞാൻ ഛർദ്ദിക്കും, മഞ്ഞപ്പാൽ വരെ ഞാൻ ഛർദ്ദിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചിരുന്നതിന് ശേഷം പിന്നെ കാപ്പി കഴിക്കും. കാപ്പി കഴിച്ച് പാലോ ചായ എന്തെങ്കിലും കുടിച്ച് അത് അതേ സ്റ്റെപ്പ് ഞാൻ ഛർദ്ദിക്കും. ഉച്ചയ്ക്ക് അതേപോലെ തന്നെ ചോറ്. പക്ഷെ ഇനി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം കുടിച്ചാൽ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. നീ വെള്ളം കുടിക്കുമായിരുന്നു? എനിക്ക് പ്രശ്നം വെള്ളമൊക്കെ മനം മറിച്ചില്ല. ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കില്ലായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറ്, കഞ്ഞി, പിന്നെ ചോറ് തൈരിൻ്റെ കൂടെ കഴിക്കുമായിരുന്നു. അല്ലാതെ ഒന്നും പറ്റുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ദോശയും ചമ്മന്തിയും കഴിച്ച് ഛർദ്ദിച്ച്. അത് കണ്ട് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങ് ദൂരെ പോയി ഛർദ്ദിക്കാൻ പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് ഛർദ്ദിക്കും. സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. അവൾ അതേ സ്റ്റെപ്പ് പോയി ഛർദ്ദിച്ച് അങ്ങനെയൊക്കെയായിരുന്നു. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. എനിക്ക് കഞ്ഞിവെള്ളമൊക്കെ ഒരുപാട് കുടിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞു. വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു കഞ്ഞിവെള്ളം അങ്ങനെ. അപ്പോൾ ഇഷ്ടമുള്ള വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞു, കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം. പക്ഷേ ഇതിനെല്ലാം ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചത്തെ കഴിച്ച് ഛർദ്ദിക്കും. പിന്നെ വൈകിട്ടത്തെ ചായക്ക് മാത്രം കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ചായ കുടിച്ചിട്ട് അങ്ങനെ ഛർദ്ദിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ, രാത്രി ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. അപ്പം വീണ്ടും വയറ് കാലിയായിട്ട് രാവിലെ തേയിലേക്ക് ഛർദ്ദിക്കാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇവള് അങ്ങനെ ഫുഡ് കഴിക്കില്ല, ഞാൻ കഴിച്ചിട്ട് ഛർദ്ദിക്കുമായിരുന്നു. എനിക്ക് പിന്നെ ഒരു കാര്യം, ഫുഡ് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 3 മാസത്തിൽ എനിക്കൊരു 12 മണിയാകുമ്പോൾ വീണ്ടും വിശക്കും. പക്ഷെ അതെനിക്ക് കഞ്ഞി തന്നെ കുടിക്കണം. കഞ്ഞിയും എന്തെങ്കിലും രസമോ അങ്ങനെ പുളിയുള്ള എന്തെങ്കിലും. എനിക്ക് 8:30-ക്ക് ശേഷം നിൽക്കാൻ പറ്റില്ല. രാത്രി 8:30-ക്ക് മുമ്പ് നീ ഫുഡ് കഴിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വാളാണ്, ഛർദ്ദിക്കും. അപ്പോൾ ഗ്യാസ് കയറിയിട്ടാണ്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആവി അനക്കമില്ല. ഇനി ഛർദ്ദിലപ്പോൾ വരും. ഞാൻ ഇങ്ങനെ മണപ്പിച്ച് എന്തെങ്കിലുമൊക്കെ മണപ്പിച്ചൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ ഞാൻ രാത്രി നിൽക്കുമ്പോൾ 12 മണിക്ക് അമ്മ അടുക്കളയിൽ പോകും കഞ്ഞി എടുക്കാൻ വേണ്ടി. എന്നും ഉണ്ടായിരുന്നു, 3 മാസം വരെ ഉണ്ടായിരുന്നു. 3 മാസം വരെ അവൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ 8:30-ക്ക് ആകുമ്പോൾ കഴിച്ചാൽ പിന്നെ നമുക്ക് വിശപ്പാണ്. 12 മണി കഴിയുമ്പോൾ ഛർദ്ദിൽ വിടാം. ഛർദ്ദിലല്ല, കഞ്ഞി കുടിക്കണം. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് 9 മണി കണ്ടിട്ടില്ല. ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞങ്ങൾ
9 മണിക്ക് മുമ്പ് കണ്ടിട്ടേ ഇല്ല. 9 മണിക്ക് ശേഷം ഞങ്ങൾ എണീറ്റുള്ളൂ. എന്ന് വെച്ചാൽ നേരത്തെ എണീറ്റാൽ വീണ്ടും കുറേ ഛർദ്ദിക്കേണ്ടി വരുമല്ലോ. അത് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്ന് വെച്ചാൽ രാത്രി ഞങ്ങൾ ഛർദ്ദിലും എല്ലാം കഴിഞ്ഞൊരു 12 മണിക്ക് ശേഷമാണ് ഉറങ്ങുന്നത്. എനിക്ക് ഈ മീൻ ചിക്കനൊക്കെ തിന്നുന്ന ആൾക്കാരെ കാണുമ്പോൾ വെറുപ്പായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അതേപോലെ തന്നെ ഇവിടെ ചേട്ടൻ എല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ എങ്ങനെ നോക്കും, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കി, പക്ഷേ എനിക്ക് ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട് കിടന്ന്. നീ അത് കഴിച്ചാ? ഞാൻ കഴിച്ചില്ലേ? എനിക്കൊന്ന് തുടങ്ങിയ സമയമായിരുന്നു തോന്നണം. എനിക്കപ്പം തുടങ്ങിയ സമയത്ത് ഇനി അങ്ങോട്ട് ഛർദ്ദിക്കുന്ന ഒരു ഉറപ്പ് വന്നപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം, ഈ പ്രാവശ്യം ബിരിയാണി കഴിച്ചങ്ങ് നിർത്താമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഇവർ ബിരിയാണി കഴിച്ചു, എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ കഴിച്ചത് പപ്പടവും അതിൻ്റെ റൈസും ചിക്കൻ. മുട്ടയും ചിക്കനൊന്നും അവൾ കഴിച്ചില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ബിരിയാണി കഴിക്കാതെ ഞാൻ കരഞ്ഞൊരു സംഭവമായിരുന്നു. ഞങ്ങൾ ആ 3 മാസം ചിക്കൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് 2 മാസം 3-ാം മാസം 4 തുടങ്ങുന്നവരെ ഞങ്ങൾ ചിക്കൻ ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ പിന്നെ ചിക്കൻ കഴിക്കുന്നത് എനിക്കൊന്ന് ശിവാനിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒക്ടോബർ ഞങ്ങളിങ്ങനെ കൺഫേം ചെയ്തു. നവംബർ ഡിസംബറിലൊന്നും കഴിച്ചിട്ടില്ല. ജനുവരി 16-നായിരുന്നു അവളുടെ ബർത്ത്ഡേ. അവളുടെ അവിടെ പോയിട്ടാണ് ഞങ്ങളിങ്ങനെ ചിക്കൻ കഴിച്ചത്, ആദ്യമായിട്ട് ചിക്കൻ കഴിച്ചത്. പിന്നെ മീനിൻ്റെ മണം എനിക്ക് പറ്റൂലായിരുന്നു. മീനിങ്ങനെ തിളയ്ക്കുന്ന മണം എനിക്ക് ഒട്ടും പറ്റൂലായിരുന്നു. അരി തിളയ്ക്കുന്ന മണം എനിക്ക് പറ്റൂലായിരുന്നു. നിനക്ക് അങ്ങനെ മണം വല്ലതും പ്രശ്നം ഉണ്ടായിരുന്നോ? എനിക്ക് മണം പ്രശ്നമില്ലായിരുന്നു. ചേട്ടൻ്റെ വേറെ പ്രശ്നം എനിക്കുണ്ടായിരുന്നു. എനിക്കെൻ്റെ ഭർത്താവ് എടുത്തു വരുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലേ. അതാ, പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നത്, പക്ഷെ പെർഫ്യൂമിൻ്റെ ആ മണം ഇഷ്ടമില്ലായിരുന്നു. എനിക്കും തോന്നുന്നു പെർഫ്യൂമിൻ്റെ ആണോ എന്തോ. പെർഫ്യൂമിൻ്റെ ഉണ്ട്, അല്ലാതെ തന്നെ ഇവരാരെങ്കിലും എൻ്റെ അയലിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഛർദ്ദിക്കുന്നു. ഒരിക്കലും ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട്. എന്താ അയലിൻ്റെ കാര്യം, ഇവളുടെ ചേട്ടൻ അയലിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ച്. പക്ഷെ എൻ്റെ ഭർത്താവ് വിചാരിക്കുന്നത്, എൻ്റെ അടുത്തൊന്നും ഒരിക്കൽ ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമില്ലെന്ന്. എനിക്കിപ്പോൾ പാവം തോന്നി സത്യമായിട്ട്. എനിക്ക് ആ സമയത്ത് എനിക്ക് എനിക്ക് അടുത്ത് വരുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അതായിരുന്നു എൻ്റെ കണ്ടീഷൻ. ഒന്നിക്ക് സ്പ്രേഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കൊന്ന് ഛർദ്ദിക്കാൻ വരുമായിരുന്നു പാവം. പക്ഷേ അതിൽ വിചാരിച്ചാൽ എനിക്കെന്തോ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലാന്നും. പിന്നെ ഞങ്ങൾ ആ സമയത്തൊന്നും എണീറ്റിട്ടില്ല. കഴിക്കും കിടക്കും, ഉച്ചയ്ക്ക് കഴിക്കും ഛർദ്ദിക്കും കിടക്കും, വൈകിട്ട് ചായ കുടിക്കും കിടക്കും. പിന്നെ കുളിയും നനയും തൊട്ട് തീണ്ടിയിട്ടില്ലായിരുന്നു. രാവിലെ പല്ലിക്കുന്ന പാടെങ്ങനെയാണെന്ന് എനിക്കറിയാം. ഭയങ്കര മടിയായിരുന്നു. എനിക്ക് മടിയായിരുന്നു, നമുക്ക് മടിയായിരുന്നു. വൈകുന്നേരം വരെ ഇരിക്കും. എല്ലാവരും പറയും ഉച്ചയ്ക്ക് മുമ്പ് കുളിക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് പറ്റണ്ടേ ഉച്ചയ്ക്ക് മുമ്പ് കുളിക്കാൻ. ഞങ്ങൾ ചിലപ്പം ഒരാഴ്ചയിൽ ഒരു ദിവസമായിരിക്കും തല നനയ്ക്കണം. ഞങ്ങൾ 6 മണി കഴിഞ്ഞിട്ടേ മേല് കഴുകുള്ളൂ. രാവിലെ ഫുഡ് കഴിക്കും, ഒരു 10-11 മണിയാകുമ്പോൾ ചെന്ന് കിടന്നിട്ട് ഒരു 2 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കും, പിന്നെ കിടന്നുറങ്ങും. ഇതായിരുന്നു ഇത്. പിന്നെ 6 മണിയൊക്കെ ആവും ഒന്ന് ബാത്റൂമിൽ കയറി ഒന്ന് സെറ്റാവാൻ കുളിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ പോയി. എന്നിട്ട് കുളിക്കില്ല, മേലെ ഇറങ്ങും. ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുളിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. തല നനയ്ക്കുള്ളൂ എന്ന് വെച്ചാൽ വൈകിട്ടായി കഴിഞ്ഞാൽ തല നനയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തലയെ നനയ്ക്കില്ല. ഒരു 6 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ട്രാവലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ ഒരു 3 മാസം ട്രാവലേ ചെയ്തിട്ടില്ലായിരുന്നു. വയ്യായിരുന്നു. ഹോസ്പിറ്റലിൽ പോകും. ഞാൻ പിന്നെ ഡേറ്റ് ഇടാൻ വേണ്ടി സ്കാനിങ് ഡേറ്റ് ഇടാൻ വേണ്ടി പോകും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ട്രാവലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഹോസ്പിറ്റലിൽ പോകും. പിന്നെ ക്രേവിങ്സ്, ഞങ്ങൾക്ക് ആ സമയത്ത് ക്രേവിങ്സ് ഒന്നും ഇല്ല. ആലോചിക്കുമ്പം ഛർദ്ദിലായിരുന്നു. പിന്നെ എന്തെങ്കിലും ജസ്റ്റ് കഴിക്കാൻ ഓക്കെ ആണെന്നുള്ള സാധനങ്ങൾ വാങ്ങും. നമുക്ക് ചിപ്സ്, ചായയുടെ കൂടെ വൈകിട്ട് ചായയുടെ കൂടെ ചിപ്സ് കഴിക്കാൻ കുഴപ്പമില്ലായിരിക്കും. ചിലപ്പോൾ വട കഴിക്കാൻ കുഴപ്പമില്ലായിരിക്കും. മെയിൻ കോഴ്സ് ഒന്നുമല്ല, സ്നാക്സ് മാത്രം. വേറെ ഒരിക്കലും ഞാൻ ബെറോട്ട കൊണ്ടുവന്നപ്പോൾ കഴിച്ചു, പക്ഷെ ഇവളൊന്നും കഴിച്ചില്ല. ബെറോട്ടയും ചിക്കനും ഞാൻ കഴിക്കാൻ എടുത്തപ്പോഴത്തേക്കും ഒരെണ്ണം കഴിച്ചപ്പോഴത്തേക്കും ആ ബെറോട്ടയുടെ ഓയിലിൻ്റെ ആ ഒരു ഇത് ഛർദ്ദിച്ചൊന്നുമില്ല, പറ്റണ്ട. പിന്നെ ഞാൻ തിരിച്ചു പോകും. ഞാൻ പക്ഷേ ബെറോട്ടയും ചിക്കനും കുഴപ്പമില്ല, അങ്ങനെ ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിക്കിങ്, നമുക്ക് ഈ സമയത്ത് എനിക്ക് കിക്കിങ് ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ 4th മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ചെറിയ രീതിയിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ തോന്നുന്നത്. പക്ഷെ ഇവള് പറയുന്നത് ഇവർക്ക് ചെറിയ രീതിയിൽ ഹാർട്ട് ബീറ്റ് ചിലപ്പോൾ വേറെ വല്ലതും ആയിരിക്കും. എന്നാലും എനിക്ക് ആ സമയം മുതൽ ഒരു 3 മാസമാണ് തോന്നുന്നു. 3 മാസം ഈ അടിവയറ്റിൽ ഇങ്ങനെ ടിക് ടിക് ഹാർട്ട് ബീറ്റ് പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു നേരെ കുത്തിയതായിരിക്കും. അപ്പം അങ്ങനെ തോന്നുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എനിക്കറിയില്ലല്ലോ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. അപ്പം അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അമ്മ പറയും ഇപ്പോൾ ഒന്നും ആവൂല. അതല്ല അമ്മ പറയുന്നത് വെച്ചാൽ അമ്മയ്ക്ക് ഓർമ്മയില്ല എന്നാണ്. അമ്മയ്ക്ക് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിന് മെയിൻ കാരണം നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇനി വലുതായിട്ട് വരുമ്പോൾ അവരെല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ ഉണ്ട് കാണുന്നത്. അപ്പം നമുക്കും ഇതേപോലെ ഓർമ്മയില്ലെന്ന് പറയണ്ടല്ലോ. അപ്പം എല്ലാം നമ്മളിങ്ങനെ ഒരു എന്താ സേവ് ചെയ്തെല്ലാം വെക്കാം. ഇതൊക്കെ മെമ്മറിയാണ്. നമുക്കിനി പിന്നീട് എപ്പോഴെങ്കിലും ആലോചിച്ച് എടുക്കണ്ടല്ലോ. ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്നത്, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എടുക്കാമല്ലോ. പിന്നെ ബമ്മൊന്നും അത്ര വിസിബിൾ ഒന്നും അല്ലായിരുന്നു. ഇവക്കും ഒന്നേ ഉണ്ടായിരുന്നു. അത്
എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു അതിൻ്റെ ബേബിയുടെ ആയിരുന്നു. കാര്യം പറഞ്ഞപ്പോഴാണ് ഗ്യാസ് അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു, ഏറെ കയറുന്നത്. എനിക്ക് അറിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ എന്നെ രാത്രി എടുത്ത് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഞാൻ ചത്തു എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഞാനൊരു ഗ്യാസല്ലേ പോകുന്നു, പക്ഷെ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരും, എന്നിട്ട് 5 മിനിറ്റ് നിന്നിട്ട് ഇങ്ങനെ പോകും, വീണ്ടും ഉരുണ്ട് വരും. അങ്ങനെ ഒട്ടും പറ്റാതെ ഒരു ദിവസം രാത്രി ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി ഇഞ്ചക്ഷൻ ട്രിപ്പൊക്കെ തന്ന് ഞാൻ കിടക്കുകയായിരുന്നു. പിന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. പക്ഷേ ഇവക്കും എന്നാലും ഗ്യാസ് ഇല്ലായിരുന്നു. എനിക്ക് ഗ്യാസ് ഒന്നുമില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊക്കെ വരും. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞപ്പോൾ ഡോക്ടർ ടാബ്ലറ്റ് ഒക്കെ തന്നു. അത് ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ, ആ ടാബ്ലറ്റ് തന്നതിന് ശേഷം പിന്നെ എനിക്ക് വരില്ല. പിന്നെ എനിക്ക് ഗ്യാസ് ഒന്നും വേറെ ഒന്നും കണ്ടല്ല, ഞാൻ മരിച്ചിനും ചിപ്പിയും കഴിച്ചു. പിന്നെ അതേപോലത്തെ മരിച്ചിന് അതൊക്കെ ആ സമയത്ത് പിന്നീട് ഒഴിവാക്കി. ഇവർക്ക് ഗ്യാസ് വന്നിട്ട് ഞാൻ പിന്നെ ഒഴിവാക്കി. എന്ന് വെച്ചാൽ ഭയങ്കര രീതിയിൽ ഗ്യാസ്, എന്ന് വെച്ചാൽ ആക്രാന്തം കൂടി ഞാൻ എടുത്ത് കഴിച്ചതാണ്. എനിക്ക് അങ്ങനെ ഇതുവരെ മരിച്ചിനും ചിപ്പിയിലൊന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്കെന്തോ കഴിക്കണമെന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ ട്രൈമസ്റ്ററിൽ ഞങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ചെറിയ ബ്ലഡ് ടെസ്റ്റും പിന്നെ അതേപോലെ തന്നെ ഈ 1.5 മാസം സ്കാനിങ്ങും തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മാസം കൂടുമ്പോഴാണ് കാണിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ്, പക്ഷേ ഞങ്ങൾ വെയിറ്റ് അപ്പോൾ ആ സമയത്ത് കുറഞ്ഞു. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെയിറ്റ് കുറവായിരുന്നു. അതായത് ഛർദിലൊക്കെ കൊണ്ട് വെയിറ്റ് കുറയാണ് ചെയ്തത്. പിന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതായത് എനിക്ക് സ്കാൻ ചെയ്തു. ഇവർക്ക് 4ാമത്തെ ആഴ്ചയിൽ സ്കാൻ ചെയ്തു, എനിക്ക് 5ാമത്തെ ആഴ്ചയിൽ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു, ഹാർട്ട് ബീറ്റ് വന്നോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഓക്കെ ഒക്കെ പറഞ്ഞ് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നിട്ട് പിന്നെ ഒരു ദിവസം എനിക്ക് 6ാമത്തെ ആഴ്ചയിലാണെന്ന് തോന്നുന്നു, ഈ 1.5 മാസം സ്കാൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വൈകിട്ട് വരെ കുളിക്കാൻ വേണ്ടി കയറുന്നത്. വൈകിട്ട് കുളിക്കാൻ വേണ്ടി കയറിയിട്ട് പെട്ടെന്ന് എനിക്കൊരു ചെറിയ ബ്ലീഡിങ് പോലെ വന്നു. എനിക്ക് ആദ്യം നമ്മളിങ്ങനെ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുകയല്ലേ, അപ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊരവസ്ഥ, ഞാൻ വിളിച്ച് കൂവി ബഹളം ഉണ്ടാക്കി. എല്ലാവരും പേടിച്ചു. ഇവള് പേടിച്ചു, ഇവളെ ചേട്ടൻ ഉണ്ടായിരുന്നു, ഇവളെ ചേട്ടൻ പേടിച്ചു. ഞാൻ കരച്ചിലായിരുന്നു. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞൂടെ, എന്തോന്നാണ് കാര്യമൊന്നും അറിഞ്ഞൂടായിരുന്നു. ഞാനപ്പോൾ വിളിച്ചില്ല. അഖിലപ്പോൾ ഇവിടെ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരഞ്ഞു പോയി ബഹളം ഉണ്ടാക്കി. കുളിക്കാൻ കയറി, ഞാൻ കുളിക്കാത്ത ഡ്രസ്സ് വിട്ട് ഇറങ്ങി. അപ്പം ആ ഒരു സെക്കൻഡിൽ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ തൈക്കാട് കൊണ്ടുപോയപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ, വേദനയൊന്നുമില്ല. പിന്നീട് ഞാൻ ബ്ലീഡിങ് കണ്ടിട്ടില്ല. അതുപോലെ ബ്ലീഡിങ് ഇങ്ങനെ പോകുന്നതും അല്ല കണ്ടത്, ഞാൻ ബാത്റൂമിൽ നിന്ന് എണീറ്റപ്പോൾ ഇങ്ങനെ ആ ടോയ്ലറ്റിൽ ആയിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് വേദന ഉണ്ടോ ചോദിച്ചാൽ വേദന ഒന്നുമില്ല. വേറെ ഇറിറ്റേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഇറിറ്റേഷൻ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ സെക്കൻഡ് അതും എല്ലാം ഊരിക്ക് മാറ്റാൻ പറഞ്ഞ് എന്നെ നേരെ ലേബർ റൂമിലോട്ടാണ് വിട്ടത്. ലേബർ റൂമിൽ വിട്ട് അവിടെ നൈറ്റ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, പിറ്റേ ദിവസം സ്കാൻ ചെയ്താൽ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ, രാവിലെ സ്കാൻ ചെയ്താൽ ഇനി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പറയണം, വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ വേദനയൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും എനിക്ക് സങ്കടം, ഞാൻ ഇന്ന് കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് ബെഡിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി, ആ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു. ലേബർ റൂമിൽ കൊണ്ടുവന്ന് തന്നെ നമ്മൾ ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള ഒബ്സർവേഷൻ വാർഡിലാണ് ഞാൻ കിടന്നത്. തൊട്ടടുത്താണ് ലേബർ റൂം. അപ്പോൾ ഒബ്സർവേഷൻ വന്നപ്പോൾ ആ ചേച്ചി എന്നെ ഇങ്ങനെ സമാധാനം. പക്ഷെ ആ ചേച്ചിക്ക് 3 അബോർഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു അബോർഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞുണ്ടായി, അതിനുശേഷം അബോർഷൻ, പിന്നെ ഇതിപ്പോൾ 4ാമത്തെ ടൈമാണ് ആ ചേച്ചി ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ സമാധാനപ്പെടുത്തുകയാണ്, പേടിക്കേണ്ട, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ അല്ലാതെ തന്നെ എന്തെങ്കിലും ബ്ലീഡിങ് വന്നതായിരിക്കും, പേടിക്കേണ്ട, വിഷമിക്കേണ്ട, സങ്കടമൊന്നും പെടണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ കംഫർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത് കേട്ടാൽ ഭയങ്കര ഒരു സമാധാനം പോലെ. എങ്കിലും എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, രാത്രിയായപ്പം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നമുക്ക് നാളെ സ്കാൻ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ, എങ്ങാനും ബ്ലീഡിങ് ആയി ഇങ്ങനെ അബോർട്ട് ആയതാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അമ്മയടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ്. അമ്മയ്ക്ക് അപ്പം അകത്ത് കയറി വരാൻ പറ്റില്ല, അമ്മ വെളിയിലാണ്. ഒബ്സർവേഷൻ റൂമിൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് അമ്മയായിരിക്കും. അമ്മയടുത്ത് ഇങ്ങനെ ഞാൻ പോയിട്ട് വെള്ളം ഒന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് പറയണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. അമ്മയത്തെ സ്റ്റെപ്പ് വെളിയിൽ പോയപ്പോൾ അഖിലിൻ്റെ ഫ്രണ്ടിൽ പോയി കരഞ്ഞു. അഖിലും ഭയങ്കരമായിട്ട് ടെൻഷനായി, എന്താണ് കാര്യമൊന്നും അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ അവർക്കാർക്കും അമ്മയെ വിളിച്ച് ചോദിക്കാം, അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വന്ന് ചോദിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴെങ്കിലും ഇറങ്ങിയോ വല്ലതും പറഞ്ഞാൽ മാത്രമേ അമ്മയ്ക്ക് എന്താണ് അകത്ത് നടക്കുന്നതെന്ന് തന്നെ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് തൈക്കാടിലുള്ള കാര്യം. നമ്മൾ വെളിയിൽ പോയി പറഞ്ഞാലേ അറിയാൻ പറ്റുമോ, നമ്മൾ പോയി അമ്മയുടെ പറയണം. ഇപ്പം കൺസൾട്ടിങ്ങിന് പോയാലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം പോയി ചെയ്യണം. അതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു കുറവായിട്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷെ ബാക്കിയെല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടാ. തൈക്കാട് ഇങ്ങനെയാണ്, നമ്മൾ മാത്രമാണ്. ഇപ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും കുഞ്ഞിനെ TT എടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് പോവുക, നമ്മൾ പോയി കാണുക, എന്നിട്ട് തിരിച്ചു വരിക. ഡെലിവറി ടൈമിൽ മാത്രം നമ്മൾ ഡെലിവറി ടൈം എന്ന് വെച്ചാൽ പ്രസവിച്ച് കഴിഞ്ഞ് കയ്യിൽ തരുമ്പോൾ മാത്രം അമ്മയും ഒരാളെ കൂടെ നിർത്തും. അല്ലാതെ ഫുൾ എല്ലാ ഇതിനും ഒറ്റയ്ക്ക് തന്നെ പോകണം. സ്കാനിങ്ങിനായിരുന്നാലും എന്തിനായിരുന്നാലും ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളൊരു കവറും കൊണ്ടുപോകണം.
എങ്ങനെയാണ് ഒരു ഞങ്ങൾ കൺസൾട്ടിങ്ങിന് പോയ ആദ്യത്തെ ഒരു സമയത്താണ് ഒരു അമ്മ കയറി വന്നപ്പോൾ പറയായിരുന്നു, മോൾക്ക് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, മോള് സംസാരിച്ചോളും പറഞ്ഞാൽ അമ്മയെ പറഞ്ഞ് പുറത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷെ എൻ്റെ അമ്മയൊക്കെ തയ്ക്കാടാണ് പ്രസവിച്ചത്. ആ സമയത്തൊക്കെ കുഴപ്പമില്ലായിരുന്നു, അമ്മമ്മയൊക്കെ കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇപ്പം അങ്ങനെ നമ്മൾ മാത്രം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ മാത്രമാണ് കയറുന്നത്. അങ്ങനെയാണ് ഇപ്പം. അങ്ങനെയാണ്. അമ്മയ്ക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഞാൻ വന്ന് കിടന്നു. അപ്പോൾ അതിന് ശേഷം വിശന്ന് എനിക്ക്, പിന്നെ ഞാൻ ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ടാണ് വന്ന് പിന്നെ കിടന്നത്. പക്ഷേ ഈ കിടന്ന സമയത്ത് എനിക്ക് അവിടെ കുറച്ചെങ്കിലും ലേബർ റൂമിലെ കാര്യം അറിയാമെന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വയ്യാതെ ഇങ്ങനെ പോയതുകൊണ്ടാണ് എനിക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളത്. ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ ഒബ്സർവേഷനിലാണ് കിടന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ പെയിൻ വന്നവർ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ പെയിൻ വന്ന ഒരു ചേച്ചിക്ക് ഭയങ്കര നടുവേദന വയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ പി വി ചെയ്ത് സമയമായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അകത്ത് ലേബർ റൂമിലോട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ പോയി. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി ഒരു 12 മണിയായപ്പം ബാത്റൂമിൽ പോകാൻ വേണ്ടി പോയപ്പം അവിടെ ആ ചേച്ചി പ്രസവിച്ച് കിടക്കുകയാണ്. ഒരു 9 മണിക്ക് പോയി 12 മണിയായപ്പം കുഞ്ഞൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ലേബർ റൂമിൽ നിന്ന് ഒബ്സർവേഷനിൽ നിന്ന് നേരെ ലേബർ റൂമിൽ പിറ്റേ ദിവസമായപ്പോൾ ലേബർ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കിടത്തുന്ന ഒരു വാർഡുണ്ട്. ഇങ്ങനെ ഒബ്സർവേഷന് വേണ്ടിയിട്ടൊരു വാർഡുണ്ട്. അവിടെയാണ് കൊണ്ട് കിടത്തിയത്. അവിടെ ആകുമ്പോൾ എല്ലാവരും പ്രസവിച്ചവരെയാണ് കൊണ്ടുവന്ന് കിടത്തുന്നത്. അതിൻ്റെ ഫ്രണ്ടിലാണ് ലേബർ റൂം. ഞാൻ വിളിയും ബഹളമൊക്കെ നല്ല വൃത്തിയൊക്കെ കേട്ട് നല്ല കിടന്ന് വിളിച്ച് കൂവുന്നത്. പക്ഷെ ഞാൻ പോയ സമയത്ത് ഒരു സമയം ഒരാളെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ആ സമയത്ത് ആൾ മാത്രമേ കാണുള്ളൂ തോന്നുന്നു. ഇല്ലെങ്കിൽ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. ഓരോരുത്തരുടെ സൗണ്ടാണ് ഞാൻ കേട്ടത്. അങ്ങനെ പിറ്റേ ദിവസം ഒരു 6 മണിയായപ്പം അവിടുത്തെ സ്കാനിങ് മെഷീനിൽ തന്നെ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞ് ബേബി ഒന്നും പോയിട്ടില്ല, ബേബി ഉണ്ട് ഇങ്ങനെ കാണിച്ചു തന്നു. എനിക്കപ്പോൾ എനിക്ക് കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല, കുഴപ്പമൊന്നുമില്ല, അപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, നമുക്ക് രാവിലെ വേണമെങ്കിൽ പുറത്തൊന്ന് സ്കാൻ ചെയ്തിട്ട് എന്താ കാര്യം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമാധാനപ്പെട്ട് ഞാൻ അമ്മയടുത്ത് പോയി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അമ്മ ചായയൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് വേറെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഡോക്ടർ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 10 മണിയായപ്പോൾ പുറത്ത് തൊട്ടടുത്തുള്ള ഗോപിനാഥ്സ് എന്ന് പറഞ്ഞ സ്കാനിങ് സെൻറ്ററിൽ പോയി. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അല്ലാതെ യൂട്രസിൽ ഒരു ചെറിയൊരു മുറിവ് പറ്റിയിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, എന്തോ ഒരു ചെറിയൊരു നമ്മളെ യൂട്രസ് ലൈനിൽ ഒരു ചെറിയൊരു മുറിവ് പറ്റിയിട്ട് അതിൽ നിന്ന് വന്ന ബ്ലീഡിങ് ആണ്. അത് കുഴപ്പമില്ല, അത് 2-3 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങിക്കോളും, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സ്കാനിങ് റിപ്പോർട്ട് കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് വന്നു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എനിക്ക് 7ാമത്തെ ആഴ്ചയിൽ സ്കാൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഡേറ്റ് ഇട്ട് തന്നതായിരുന്നു. പക്ഷേ അതിന് മുമ്പാണ് ഈ ഒരു സംഭവം വന്നുകൊണ്ട് പുറത്തുനിന്ന് സ്കാൻ ചെയ്തപ്പോൾ അപ്പോഴേ എനിക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയായിരുന്നു, ഹാർട്ട് ബീറ്റ് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് തന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു. പിന്നെ അവർ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗുളികയൊക്കെ തന്നു. പിന്നെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്, ആൻറ്റിബയോട്ടിക്കാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഗുളിക എനിക്ക് തന്നു. അങ്ങനെ അതും വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള ഡേറ്റ് ഇട്ട് വാങ്ങിച്ചല്ലോ, ആ സ്കാനിങ്ങിന് വേണ്ടി പോയി. ഞാനും ഇവളും പോയി. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഇല്ല നീ വന്നത്, ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ തിരിച്ച് സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ടായപ്പം ഞങ്ങളുടെ കെട്ടിയന്മാരുടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ഛർദിലൊക്കെ കുറഞ്ഞു. എനിക്ക് ഏകദേശം ഛർദിലൊക്കെ കുറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ വീട്ടിലോട്ട് പോയത്. എനിക്ക് രാവിലത്തെ ഒരു മനം പുരട്ടലും അതും ഇതൊക്കെ മാറി. അതിനുശേഷം ഫസ്റ്റ് ഇവളാണ് പോയത്. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഈ വീഡിയോനെ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ 3rd ട്രൈമസ്റ്ററിൻ്റെ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഡെലിവറിക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത എല്ലാ വീഡിയോസും ഇട്ട് തീർക്കണം, ഫ്രഷ് ആയിട്ട് വേണം വീഡിയോ ഇടാൻ, അല്ലാതെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഇടണ്ടെന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഏകദേശം കുറച്ച് ആഴ്ചയും കൂടെ ഉള്ളൂ. അപ്പം അതിനു മുമ്പ് എല്ലാ വീഡിയോസും ഇടണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതെ, മാക്സിമം ഇടാൻ ഞാൻ ശ്രമിക്കും. പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഡെലിവറി വ്ളോഗൊക്കെ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവർ ഫോണിനെ പിടിച്ചോണ്ട് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഫുള്ളൊന്നും നടക്കില്ല. എന്നാലും കുറച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്കിവിടെ വേദന വന്ന് പോകണമെന്നാണ് ആഗ്രഹം. അവിടെ അഡ്മിറ്റ് ആവുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ വയ്യ. അഡ്മിറ്റ് ആയിട്ട് പിന്നീട് വേദന വരുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഇവിടെ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദന വന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിൻ്റെ അങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. എന്തായിരിക്കും വേദന എന്ന് അറിയാൻ വേണ്ടി. പിന്നീട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്നറിയില്ല. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം എനിക്കാണ് വേദന വരുന്നെങ്കിൽ ആ എക്സ്പീരിയൻസ് ഉള്ളടുത്ത് പറയേ വേണ്ടാന്ന്. അവക്കാണ് വേദന വരുന്നെങ്കിൽ ഞാൻ ചോദിക്കും ഇങ്ങനെയുണ്ടെന്ന്. ഞാൻ ചോദിക്കില്ല, പോയി അനുഭവിച്ചിട്ട് വരാന്നുള്ള ഇതിലും. പിന്നെ നമ്മളെന്തായാലും അനുഭവിച്ചല്ലേ പറ്റുള്ളൂ, കുഴപ്പമില്ല. നമുക്ക് കുഞ്ഞു വാവ കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം എത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസും അതിനെപ്പറ്റിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.